ചെയ്യുക? എന്ത് ചെയ്യുക? കുറച്ച് തേങ്ങ വേണ്ട, കുറച്ച് മതി. ചെറിയെടുക്കട്ടെ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക വെച്ചിട്ടൊരു മോര് കറിയാണ്, സിമ്പിളായൊരു മോര് കറിയാണ്. എങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വെണ്ടയ്ക്ക നന്നായി കഴുകിയതാണ് കേട്ടോ. നോക്കണം എന്ത് നോക്കള അയച്ചത്? എന്ത് തരം നോട്ടാണിത്? ലോങ് സൈറ്റ്. എല്ലാ സൈറ്റും ഇല്ല. ഇതിൽ നോൺ അടങ്ങിയില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കണ്ടേ. ആദ്യം തേങ്ങ അരച്ചിട്ട് വരാം. കുറച്ച് തേങ്ങ കേട്ടോ, ഒരു അരമുറിൻ്റെ പകുതി മതി. ഒരു 3 പച്ചമുളക്, ഒരു 3 ചെറിയ ഉള്ളി, അര ടീസ്പൂൺ നല്ല ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട്. പച്ചമുളക് അത്ര എരിവില്ല. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് മോര് കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മതിയിട്ടാ. അതിലേക്ക് ഒരു 1/4 കിലോ വെണ്ടയ്ക്ക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക് നന്നായി വാടി വരട്ടേക്കാം. വെണ്ടയ്ക്ക് ആയിട്ടാ. പുറത്തുനിന്നൊക്കെ പുക അടിച്ചിട്ട് ഇത് കോരി മാറ്റാം. വെണ്ടയ്ക്കൊക്കെ കോരി മാറ്റി ഇതോടെ ഇരിക്കട്ടെ. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നു. നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെണ്ടയ്ക്കൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ അരപ്പിൻ്റെ പച്ച മണക്കൊന്ന് പോട്ടെ കേട്ടോ.
അരപ്പൊഴിച്ചിട്ട് ഇതിൽ പച്ചമുളകൊക്കെ പോയിട്ടാ. കട്ടി തൈര് ഇട്ടാ. നമ്മളുണ്ടാക്കിയതാ. തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നമ്മളുണ്ടാക്കിയ തൈര് ഒന്ന് ചൂടാവട്ടെ. തൈരൊക്കെ ചൂടായിട്ട് അത്രയും മതി, തിളക്കണ്ട. റെഡി. വെണ്ടയ്ക്ക മോര്. ഇറങ്ങണ്ട. സൂപ്പറാണ് കേട്ടത്, സൂപ്പർ ടേസ്റ്റാണത്. ഒന്നും കൂടി കുറുകുത്. കുറച്ച് കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാഴയ്ക്ക പൊട്ടി വീണതാണ്, അപ്പുറത്ത് വീട്ടുകാർ കണ്ടു. അതിന് മെഴുക്കുവരട്ടി വെക്കണം. അപ്പുറത്ത് വീട്ടുകാർ തന്നതാണ്. ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരും. മാങ്ങയും ചേർത്തിയോളൂ. എന്നിട്ടും കടയിൽ പോയി കുറച്ച് മുളക് പൊടി കൊടുക്കും. അത്യാവശ്യം ഞാൻ മുളക് പൊടിച്ചില്ല. കണ്ട ചെറിയ കായാണ്. അത് നല്ല പൊടി പൊടിയായി എരിഞ്ഞു. ഉപ്പിട്ട് കൊടുക്കാം. വേറെട്ടത് അല്ലേ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടാ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഏട്ടൻ ചോറാക്കി കൊടുക്കട്ടെ. ഏട്ടൻ ഇരുന്ന് പുല്ല് പറിക്കാൻ കേട്ടോ. ഒഴിവുള്ള ദിവസം 2 മഴ പെയ്തപ്പോൾ ഇവിടെ പുല്ല് നിറയെ മുളച്ചു. ഉണ്ടാവും. ഒരു പപ്പായ വലുതായി. ഏത് കാലത്ത് ഉണ്ടാവണാവോ. ഇതൊക്കെ കല്ലാണ് കേട്ടോ, മണ്ണില്ല. അപ്പോഴേക്ക് പുഴകി വീഴും. അല്ല നിറച്ച് പുല്ല് വന്നു. കുറേ മുളക് കിട്ടിയിട്ടാ. ഒരു 100 മുളകൊക്കെ കിട്ടി. പക്ഷെ അടിയിൽ മണ്ണില്ലാന്നേ. ഇരുന്ന് വലിക്കാണ്. നിറയെ ഒച്ചാണ് കേട്ടോ ഇവിടെ. ഒച്ചും അട്ടയും. എൻ്റെ ചീര അന്നത്തോടെ നശിച്ചുപോയി. വേണ്ട 2 വാഴക്കൊലയുണ്ട്. ഇപ്പോൾ പെരയിൽ കൂടെ വീഴും തോന്നുന്നുണ്ട്. വേണ്ട ഇതൊന്ന്, ഇതണ്ട അതൊന്ന്. ഇത് രണ്ടും കൂടിയിട്ട് പെരൻ്റെ മേലെ വീഴും തോന്നുന്നുണ്ട്. താഴത്ത് ഒട്ടും മണ്ണില്ല. താഴത്ത് മണ്ണ് പറയുന്ന സാധനമില്ല കേട്ടോ. കണ്ട അങ്ങനെ കല്ലാണ്. എവിടെ നിന്നോ ഒരു പൂച്ച വന്നിട്ട് അത് പ്രസവിച്ചിരിക്കുകയാണ്. 2 കുട്ടികളുണ്ട്. കണ്ട അതിൻ്റെ ഒരു കുട്ടി അവിടെ താഴത്ത് കിടക്കുന്നുണ്ട്. അതിനെ രക്ഷിക്കുകയാണ്. കണ്ട മതിലിൻ്റെ മുകളിൽ കൂടെ. കേട്ടാ മതിലിൽ മാറി നിൽക്കാൻ സ്ഥലമില്ല. അപ്പം ബാക്കിലേക്ക് പോകണ കണ്ട കണ്ട. അപ്പം ഞങ്ങളിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇപ്പം 2 എണ്ണമായി. ഒപ്പം കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.